ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും A2Z Govtന്റെ ഡെയിലി ജോബ് ന്യൂസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട തൊഴിൽ വാർത്തകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ 8 മണിക്കായിരിക്കും തൊഴിൽ വാർത്തകൾ. ആ ദിവസത്തിലെ നിങ്ങൾക്ക് താൽക്കാലിക ഒഴിവുകളും ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ കേരള PSCയുടെയും മറ്റുള്ള എല്ലാ ജോബ് ഇൻഫർമേഷനും നിങ്ങൾക്ക് അതുപോലെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഇൻഫർമേഷനുമായിരിക്കും ഈ ഒരു വീഡിയോ സീരീസിലൂടെ നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വാർത്തകൾ: തിരുവനന്തപുരം ജില്ലാ ഹോമിയോ ആശുപത്രിയിലേക്ക് മൾട്ടി പർപ്പസ് വർക്കറിൻ്റെ അവസരം വന്നിട്ടുണ്ട്. താൽക്കാലിക നിയമനങ്ങളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിന് എക്സാം ഒന്നും ഉണ്ടായിരിക്കുന്നില്ല, ജസ്റ്റ് ഇൻ്റർവ്യൂ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ താൽക്കാലിക ഒഴിവുകളൊക്കെ നിങ്ങൾ അടുത്തുള്ള ആരെങ്കിലും ആണെങ്കിൽ തീർച്ചയായും ആ ഒരു ജില്ലയിൽപ്പെട്ട ആളുകൾക്കൊക്കെ തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു ഒഴിവ് തന്നെ ആയിരിക്കും. പിന്നെ ഗസ്റ്റ് അധ്യാപകരുടെ നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്. യോഗ ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഡ്രൈവർ ക്ലീനർ നിയമനത്തിൻ്റെ ഒരു താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്. ഫാർമിസ്റ്റ് നിയമനം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ ലൈബ്രറിയൻ നിയമനമുണ്ട്. മലപ്പുറം ജില്ലയിലെ ആത്മ പ്രൊജക്ട് ഡയറക്ടർ ഓഫീസിന് കീഴിൽ കരാർ നിയമനം നടത്തുന്നുണ്ട്. കാർഷിക ജോലികൾക്ക് അപേക്ഷിക്കാം. അപ്പോൾ കാർഷികപരമായിട്ടുള്ള ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. MBAക്കാർക്ക് അസാപ്പിൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ഓർ ഇൻറ്റേൺ അവസരം വന്ന ഒരു നോട്ടിഫിക്കേഷനും ഇതിൽ പറയുന്നുണ്ട്. പിന്നെ വരുന്നൊരു ഇൻഫർമേഷൻ, എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ ഇൻ്റർവ്യൂ 26-ന് അഭിമുഖം നടത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയും ന്യൂസുകൾ ഉൾക്കൊള്ളിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ തുടർച്ചയായ എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് നിങ്ങൾക്ക് തൊഴിൽ വാർത്തപരമായിട്ടുള്ള ഈ വീഡിയോ ലഭിക്കാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടിയും എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ ഹോമിയോ ആശുപത്രിയിലേക്ക് മൾട്ടി പർപ്പസ് വർക്കറിൻ്റെ ഒരു താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്. നോക്കാം, തിരുവനന്തപുരം ജില്ലാ ഹോമിയോ ആശുപത്രിയിലേക്ക് NAM ഫണ്ട് പ്രകാരം മൾട്ടി പർപ്പസ് വർക്കർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് അപേക്ഷിച്ചു. SSLC യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായം 50 വയസ്സ്, താല്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, ബയോഡാറ്റ എന്നിവ സഹിതം ജൂലൈ 25-ന് രാവിലെ 10:30-ന് തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഹോമിയോ മുമ്പാകെ ഇൻ്റർവ്യൂവിന് ഹാജരാകണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. വിലാസം: ജില്ലാ മെഡിക്കൽ ഓഫീസ്, ഹോമിയോ, പഴവങ്ങാടി, കിഴക്കേക്കോട്ട, തിരുവനന്തപുരം. അപ്പോൾ ഇതിനടുത്തുള്ളവർക്കൊക്കെ തീർച്ചയായും ബന്ധപ്പെടാവുന്നതാണ്. ഇപ്പോൾ SSLC യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായം 50 വയസ്സാണ് പറഞ്ഞിരിക്കുന്നത്. വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത് SSLC യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം നമുക്ക്. എറണാകുളത്ത് ഗസ്റ്റ് അധ്യാപക നിയമനം. എറണാകുളത്ത് സംസ്ഥാന സർക്കാർ സ്ഥാപനത്തിൽ ഗസ്റ്റ് അധ്യാപക തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. കൺസർവേഷനിൽ 55% കുറയാത്ത ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. ഈ യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ കെമിസ്ട്രിയിൽ 55% കുറയാത്ത ബിരുദാനന്തര ബിരുദ യോഗ്യതയുള്ളവരെയും കൺസർവേഷനിൽ PG ഡിപ്ലോമയുള്ളവരെയും പരിഗണിക്കും. നെറ്റ്, PhD, അധ്യാപന പരിചയം എന്നിവ അഭികാമ്യം. ശമ്പളം പ്രതിദിനം 1500 രൂപ. പ്രായപരിധി 20 to 41 വയസ്സ്. നിയമാനുസൃത വയസ്സളവ് ബാധകം. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ പ്രായം, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 22-ന് മുമ്പ് ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരായി പേര് രജിസ്റ്റർ ചെയ്യണം. നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ബന്ധപ്പെട്ട മേധാവിയിൽ നിന്നുള്ള NOC ഹാജരാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗസ്റ്റ് അധ്യാപക ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുത്താം. പിന്നെ വരുന്ന യോഗ ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ ദിശ പദ്ധതി പ്രകാരം ആൺകുട്ടികൾക്ക് യോഗ പരിശീലനം നൽകുന്നതിനായി ജില്ലാ പഞ്ചായത്ത് പരിധിയിലെ സ്കൂളുകളിൽ യോഗ ഇൻസ്ട്രക്ടർമാരെ താൽക്കാലികമായി നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അംഗീകൃത സർട്ടിഫിക്കറ്റുള്ള യോഗ ഇൻസ്ട്രക്ടർമാർ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും ബയോഡാറ്റയും സഹിതം ജൂലൈ 25-ന് മുമ്പ് ജില്ലാ പഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിക്കണമെന്ന് സെക്രട്ടറി അറിയിച്ചു. പ്രായപരിധി 22 മുതൽ 50 വയസ്സ് വരെ. 12,000 രൂപയാണ് വേതനം. പദ്ധതിയുടെ ഭാഗമായി ആകെ
30 മണിക്കൂറാണ് യോഗ പരിശീലിപ്പിക്കേണ്ടത്. ഇപ്പോൾ യോഗ ഇൻസ്ട്രക്ടർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം. പിന്നെ ഡ്രൈവർ ക്ലീനർ നിയമനം കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ബസ് ഡ്രൈവറുടെയും ക്ലീനറുടെയും ഒഴിവിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. താൽപ്പര്യമുള്ള 60 വയസ്സിൽ താഴെ പ്രായമുള്ള പ്രവൃത്തി പരിചയം, യോഗ്യത എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം ജൂലൈ 22 രാവിലെ 11 മണിക്ക് കോളേജ് ഓഫീസിൽ ഹാജരാവണം. അപ്പോൾ ആ പരിസരത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ജസ്റ്റ് ഷെയർ ചെയ്യാം. തീർച്ചയായും അവർക്ക് ചിലപ്പോൾ ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് നോക്കാം. ഫാർമിസ്റ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നത് കോട്ടയം അറുന്നൂറ്റിമംഗലം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഫാർമിസ്റ്റ് തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് ജൂലൈ 23 അഭിമുഖം നടത്തും. ഡിഫാം ബിഫാം യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി രാവിലെ 11 കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെത്തണം. സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും യോഗ്യത നേടിയവർക്ക് മുൻഗണന നൽകുന്നതാണ്. ഫാർമിസ്റ്റ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം. പിന്നെ ഗസ്റ്റ് അധ്യാപക നിയമനമാണ്. IHRD മീനങ്ങാടി മോഡൽ കോളേജിൽ ഹിന്ദി അധ്യാപകരെ താൽക്കാലികമായി നിയമിക്കുന്നു. താല്പര്യമുള്ളവർ കോളേജ് ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് 049362464446. പിന്നെ വരുന്നത് 8547005077. പിന്നെ മീനങ്ങാടി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ മാത്തമാറ്റിക്സ് തസ്തികയിലേക്ക് അധ്യാപകരെ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട്. കൂടിക്കാഴ്ച 24 രാവിലെ 10 നടക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് പങ്കെടുക്കാവുന്നതാണ്. സംസ്കൃത കോളേജിൽ ഗസ്റ്റ് ലെക്ചർ ഇൻ്റർവ്യൂ 22. തിരുവനന്തപുരം സർക്കാർ സംസ്കൃത കോളേജിൽ വേദാന്ത വിഭാഗത്തിൽ സംസ്കൃതം സ്പെഷ്യൽ ഗസ്റ്റ് ലെക്ചർ നിയമനത്തിലുള്ള അഭിമുഖം 22 രാവിലെ 11 പ്രിൻസിപ്പലിൻ്റെ ഓഫീസിൽ നടക്കും. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കൊല്ലം മേഖലാ ഓഫീസിൽ ഗസ്റ്റ് അധ്യാപകരുടെ പാനലിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത, ജനനത്തീയതി, മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റ് സഹിതം അഭിമുഖത്തിനെത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സംസ്കൃത അധ്യാപകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ജോബ് ഉപയോഗപ്പെടുത്താം. പിന്നെ ഫാർമസിൻ്റെ വീണ്ടും ഒരു അവസരം വന്നിട്ടുണ്ട്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കീഴിൽ കണ്ണൂർ ജില്ലയിലെ കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി ഡിപ്പോയിലേക്ക് ഫാർമിസ്റ്റുമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള എഴുത്തു പരീക്ഷയും അഭിമുഖവും ജൂലൈ 23 രാവിലെ 10 മണിക്ക് നടത്തുമെന്ന് ജനറൽ മാനേജർ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ലൈബ്രറിയൻ നിയമനം വന്നിട്ടുണ്ട്. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ പട്ടുവത്ത് പ്രവർത്തിച്ചു വരുന്ന ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2019-20 അധ്യയന വർഷം കരാറടിസ്ഥാനത്തിൽ ലൈബ്രറിയനെ നിയമിക്കുന്നതിനായി ജൂലൈ 26 രാവിലെ 11 മണി മുതൽ 1 മണി വരെ ITDP ഓഫീസിൽ അഭിമുഖം നടക്കും. ലൈബ്രറി സയൻസിൽ ബിരുദവും കമ്പ്യൂട്ടറൈസ്ഡ് ലൈബ്രറിയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. MRS റെസിഡൻഷ്യൽ സ്കൂളായതിനാൽ താമസിച്ച് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ പങ്കെടുത്താൽ മതി. ഫോൺ നമ്പർ 049727003557 കണ്ണൂർ ജില്ലയിലായിരിക്കും. കണ്ണൂർ ITDPയുടെ നമ്പറാണ്. അതുപോലെ 046022030220 അത് MRS കണ്ണൂരിൻ്റെ നമ്പറാണ്. ഇപ്പോൾ രണ്ടിലും വിളിച്ചിട്ട് നിങ്ങൾക്ക് കൺഫേം ചെയ്തിട്ട് പോയാൽ മതി. അതുപോലെ തന്നെ ഈ ഒരു മൊബൈൽ നമ്പർ തരുമ്പോൾ തന്നെ നിങ്ങൾ കൺഫേം ചെയ്തിട്ട് മാത്രം പോവുക. ആത്മ പ്രൊജക്റ്റ് ഡയറക്ടറേറ്റിൻ്റെ കീഴിൽ കരാർ നിയമനം. മലപ്പുറം ജില്ലയിൽ ആത്മ പ്രൊജക്റ്റ് ഡയറക്ടർ ഓഫീസിൽ കീഴിൽ ഒഴിവുള്ള ബ്ലോക്ക് ടെക്നോളജി മാനേജറുടെ ഒഴിവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. നിലവിലുള്ളതും വരാനിരിക്കുന്നതുമായ തസ്തികയിലേക്കാണ് നിയമനം. 25,000 രൂപയാണ് പ്രതിമാസ വേതനം. അംഗീകൃത BSc അഗ്രികൾച്ചർ, BSc ഹോർട്ടിക്കൾച്ചർ, BSc ഫിഷറീസ്, BSc ഡയറി ടെക്നോളജി, BSc ഡയറി ഹസ്ബൻഡറി, BVSc ബിടെക് അഗ്രികൾച്ചർ തുടങ്ങിയവയാണ് യോഗ്യത. താല്പര്യമുള്ളവർ അസൽ രേഖകൾ സഹിതം ജൂലൈ 24 രാവിലെ 10 മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ ആത്മ പ്രൊജക്റ്റ് ഡയറക്ടർ കാര്യാലയത്തിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഹാജരാവണം. ഫോൺ നമ്പർ 048327333916 ഫോൺ നമ്പർ. അപ്പം മലപ്പുറം ജില്ലയിലുള്ളവർക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു യോഗ്യത ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും നിങ്ങളുടെ ഒരു ഷെയർ കാരണം ഉപകാരപ്പെട്ടാൽ അത്രയും നല്ലതാണ്. അപ്പോൾ അതുപോലെ തന്നെ കാർഷിക ജോലികൾക്ക് അപേക്ഷിക്കാം. കോട്ടയത്താണ്
പനച്ചിക്കാട് കാർഷിക സേവന കേന്ദ്രത്തിൽ തെങ്ങുകയറ്റം, തെങ്ങിന് മരുന്നുകളിക്കൽ, കൃഷിപ്പണികൾ എന്നിവയും ട്രാക്ടർ, ട്രില്ലർ, കാടുവെട്ടി യന്ത്രം ഉപയോഗിച്ചുള്ള ജോലികളും ചെയ്യുന്നതിന് സേവനദാതാക്കളെ ആവശ്യമുണ്ട്. 18-നും 50-നും മധ്യപ്രായമുള്ളവരായിരിക്കണം. SSLC, VHSC, ITI വിജയിച്ചവർക്ക് മുൻഗണന. അപേക്ഷാ ഫോറം പനച്ചിക്കാട് പഞ്ചായത്തിലെ കാർഷിക സേവന കേന്ദ്രത്തിൽ ലഭിക്കും. അപേക്ഷ ജൂലൈ 25-നകം നൽകണം. അപ്പോൾ ഈ ഒരു അവസരം ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് എഴുതിയിട്ടാണ് ഈ ഒരു ന്യൂസും കൂടിയും ഇതിൽ ഉൾപ്പെടുത്തിയത്. MBAക്കാർക്ക് അസാപ്പിൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ഓർ ഇൻറ്റേൺ അവസരം. അസാപ്പിൽ മലപ്പുറം ജില്ലയിൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ഓർ MBA ഇൻറ്റേൺസിൻ്റെ 1 വർഷ ഇൻറ്റേൺഷിപ്പിന് MBA കഴിഞ്ഞവരെ തിരഞ്ഞെടുക്കുന്നു. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ MBA റെഗുലർ സമ്പ്രദായത്തിൽ 60% മാർക്കോടെ ജയിച്ചവർക്കും അവസാന വർഷഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുൻ സെമസ്റ്ററുകളിൽ 60% മാർക്കുമുണ്ടെങ്കിൽ അപേക്ഷിക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 10,000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. താല്പര്യമുള്ളവർ ജൂലൈ 24 രാവിലെ 10-ന് മലപ്പുറം ഗവൺമെൻറ് കോളേജ് അസാപ്പിൻ്റെ ജില്ലാ ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണം. ഫോൺ നമ്പർ 8547614374, 9495999675 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാം. പിന്നെ എംപ്ലോയബിലിറ്റി സെൻറ്റർ അഭിമുഖം നടത്തുന്നുണ്ട്. കാസർഗോഡ് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിന് കീഴിലുള്ള എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ ഈ മാസം 26-ന് രാവിലെ 10:30-ന് സ്വകാര്യ മേഖലയിൽ EMT നഴ്സ് പുരുഷ ഓർ വനിത വിഭാഗങ്ങളായി 70 ഒഴിവുകളുണ്ട്. യോഗ്യത GNM BSc. നിലവിൽ എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ ആജീവനാന്ത രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. അല്ലാത്തവർക്ക് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെയും തിരിച്ചറിയൽ കാർഡിൻ്റെയും പകർപ്പ് സഹിതം 250 രൂപ ഫീസ് അടച്ച് രജിസ്ട്രേഷൻ നടത്തി ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാം. ഫോൺ നമ്പർ 9207155000 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിച്ചു നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ജോബ് അപ്ഡേറ്റ്സിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഡെയിലി ഇത്തരത്തിലുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും ഉപകാരപ്പെടുന്നെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായി മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ VOൻ്റെയും SSC MTSൻ്റെയും NTPCയുടെയും ക്ലാസ്സുകളെ കുറിച്ചറിയാൻ 8594070249 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ തുടർച്ചയായ ഇത്തരത്തിലുള്ള ന്യൂസുകൾ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ കൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.